ഹായ് ഫ്രണ്ട്സ്, എംടെക്കിൻ്റെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ ഇൻവെൻഷൻ വീഡിയോസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. നമ്മളൊരു വെറൈറ്റി ആയിട്ട് നമ്മളൊരു വണ്ടിയുടെ റിവ്യൂ ആണ് കാണിക്കാൻ പോണത്. അതെ, ഇതാണ് വണ്ടിയുടെ ഉടമസ്ഥൻ. ഇതാണ് നമ്മുടെ വണ്ടി. എന്താ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ ബാക്കോട്ട് വരുമ്പോൾ സൈക്കിളാണ്. നമ്മുടെ സൈക്കിൾ അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് നമ്മുടെ ചേതക്കിൻ്റെ ഫ്രണ്ട് ഭാഗവും പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ സൈക്കിളുമാണ്. ഇത് നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുത്തത്. നമ്മുടെ ചേതക്കിൻ്റെ ഫ്രണ്ട് സൈക്കിളിൻ്റെ പ്രത്യേകത എന്താ പറയുക, നമ്മൾ സാധാ സ്റ്റാൻഡ് അല്ല സൈക്കിളിലുള്ളത്, നമ്മുടെ സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിരുന്നാണ്. ഇത് നമ്മുടെ പഴയ സൈക്കിളിൽ നിന്ന് വെച്ചല്ലേ, പഴയത് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മൾ അത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വെച്ചേക്കണതാണ്. ഇതൊക്കെ എല്ലാം പഴയ സാധനങ്ങളിൽ നിന്ന് തന്നെ സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയേക്കണതാണ്. പഴയ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയ സംഭവമാണ് ഇത് അല്ലേ. സൈക്കിൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായുള്ളൂ. നമ്മുടെ മാക്സ് സിറ്റി സൈക്കിളാണ്. മാക്സ് സിറ്റി അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്യണ്ട ബ്രേക്കൊക്കെ ഉണ്ട്. ബ്രേക്കൊക്കെ രണ്ടും വർക്കിംഗ് അല്ലേ. അത് വണ്ടിയുടെ തന്നെ ബ്രേക്കാണ് ഫ്രണ്ടിലുള്ളത്. ഫ്രണ്ടിലുള്ള തന്നെ വണ്ടിയുടെയൊക്കെ തന്നെ ബ്രേക്കാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നിങ്ങൾ പ്രത്യേകം ചെയ്തെടുത്താ. സൈക്കിൾ ഉണ്ടായി, അത് നമ്മൾ ഇവിടെ നിന്നാണ് വെൽഡ് ചെയ്തെടുത്താണ്. ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടി ചെയ്തെടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തോട്ട് വരാം. നമ്മൾ ചെയ്തെടുത്ത എന്താ ഇതുപോലെ നമ്മൾ നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് വെറുതെ. പിന്നെ അതെ നമ്മുടെ വണ്ടിയുടെ പേര് ബജാക്കിൽ നിന്നാണ് ഇട്ടേക്കണേ. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞേ, കാരണം എന്താ വെച്ചാൽ നമ്മൾ ബജാജിന്റെ വണ്ടി കാരണം നമ്മ ബജാന്നുള്ളത് എടുത്തു, പിന്നെ സൈക്കിളിന്റെ അവസാനമുള്ള ആ കിള്ളെന്നുള്ളത് എടുത്തു. അപ്പോൾ നമ്മുടെ ബജാക്കിൾ എന്ന് പറഞ്ഞ സംഭവം സെറ്റായി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ MV മച്ചാൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാദുഷയുടെ ചാനലാണ്. ചാനലും പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ പേര് എങ്ങനെയുണ്ട്. അപ്പോൾ ലോഗോയും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടിയതായി? വണ്ടി നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടി. ഇത് രണ്ട് വണ്ടിയാണ് മൊത്തത്തിൽ. ഇതൊരു വണ്ടിയുടെ പാർട്സ് ആണ്. ഇതും ഈ മഡ്ഗാർഡും വേറൊരു വണ്ടിയുടെ പാർട്സ് ആണ്. ഇതുപോലെ ഈ നോസും അതിൻ്റെ തന്നെ. പിന്നെ വേറൊരു ബോഡി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ആയിട്ടുള്ളത് ഉണ്ടായി. പകുതി നമ്മൾ എടുത്തുകൊണ്ട് ബാക്കി നമ്മൾ സ്ക്രാപ്പിൽ കൊടുത്ത് കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ ഈ സംഭവത്തിന് മൊത്തം എത്ര വിലയായിട്ടുണ്ടാവും ഇതെല്ലാം കൂടി? എനിക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3,500 അടുത്ത് ചിലവ് വന്ന്. പിന്നെ സൈക്കിൾ എൻ്റെ കയ്യിൽ ഉണ്ടായി. അതുപോലെ തന്നെ പിന്നെ പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോൾ മൊത്തത്തിൽ ഒരു 5 രൂപ അടുത്തൊക്കെ ആയി. 5000 രൂപയുടെ അടുത്തൊക്കെ ആയി. സൈക്കിളുള്ള കാരണം അത്രയും വന്നത് 5000 രൂപ അടുത്ത്. സൈക്കിളിൽ തന്നെ ചെയ്തെടുത്ത തരം 5000 രൂപ സെറ്റായി. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ടയർ നമ്മുടെ സൈക്കിളിൻ്റെ ടയർ മാറ്റി കളഞ്ഞുകൊണ്ട് നമ്മുടെ സ്കൂട്ടറിൻ്റെ ടയർ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഇതിൽ തന്നെ സെറ്റായിരിക്കുന്നുണ്ട്. വേണ്ട ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ഇപ്പോഴും വർക്കിംഗ് ആണ്. കണ്ട ഇവിടെ നമ്മുടെ ഫ്രണ്ട് ബ്രേക്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ നന്നായിട്ട് കിട്ടണത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ നമ്പർ പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുട്ട്കാരിയുടെ നമ്പർ പ്ലേറ്റ് ആണ്. ഇതൊക്കെ വെക്കാനത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മമ്മൂക്കാനെ അത്ര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പേരിൽ ആ നമ്പർ ചൂസ് ചെയ്ത്. നമ്പർ ഇടാൻ കാരണം ഒരു വണ്ടിയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ പ്ലേറ്റ് സെറ്റാക്കി. കാണുമ്പോൾ തന്നെ ഒരു ഫ്രണ്ടിൽ നോക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ സ്കൂട്ടർ സംഭവത്തിൻ്റെ പേരെന്തായിരുന്നു? ബജാക്കിൾ. ബജാക്കിൾ ചേതക്കിൻ്റെ ലുക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട എല്ലാം സെറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കറക്റ്റ് സ്കൂട്ടറായിട്ട് തോന്നും. പക്ഷെ ബാക്കിലോട്ട് വരുമ്പോഴാണ് സൈക്കിള്. സംഭവം വർക്ക് ചെയ്യണത് എന്താ പറയുക, നമ്മുടെ സാധാ പെടലെ ഔട്ടി തന്നെ ഓടിക്കാനുള്ളൂ. അല്ലാതെ വലിയ മോട്ടോർ വർക്കൊന്നുമില്ല. നമുക്ക് പെടലെ ഔട്ടി തന്നെ ഓടിക്കുക സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് പെട്രോളും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ എന്താ കാരണം ഈ സംഭവം ഉണ്ടാക്കാൻ കാരണം ഈ പെട്രോൾ വിലയുടെ പ്രതിഷേധത്തിനെ തുടർന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ ഇറക്കിയിരിക്കണത്. ഇങ്ങനെ വില കൂടുന്ന കാരണം ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ലാഭം എന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിഷേധത്തിൻ്റെ രീതിയിലാണ് മച്ചാൻ ഈ സൈക്കിള് സെറ്റ് ചെയ്ത് തരുന്നത്. നമ്മുടെ ഇതിനെ പ്രതി പെട്രോളിൻ്റെ വില കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സൈക്കിൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. കിട്ടണ്ട നല്ല കാണുമ്പോൾ തന്നെ നല്ല ലുക്കൊക്കെ ഉണ്ട്. നല്ല കളറൊക്കെ അടിച്ചിട്ടുണ്ട്. സ്പ്രേ പെയിൻ്റെല്ലാം അടിച്ചാണ്. സ്പ്രേ പെയിൻ്റ് അടിച്ച് സംഭവം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ അടിപൊളി സാധനമാണ്. ഈ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുമോ?
ഇല്ല, ബാറ്ററി ഇല്ലാത്ത കാരണം ഒന്നും കത്തൂല. അതിൻ്റെ അത് ബാറ്ററിയുടെ പരമായ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ല, ഒന്നും വെച്ചല്ല, സാധാ നമ്മുടെ പഴയ സാധനങ്ങളും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബജാക്കിൽ നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോണേണ്. ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് സംഭവങ്ങൾ. ഇതുപോലെ ചവിട്ടി കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതേ കണ്ട ബ്രേക്കൊക്കെ നല്ല വർക്കിംഗ് ഉണ്ട്. സംഭവത്തിന് ഒരു കുഴപ്പമില്ല. ഈ സംഭവം ഫിറ്റ് ചെയ്താലും നമ്മൾ സൈക്കിൾ ഓടുന്ന പോലെ തന്നെയൊക്കെ ഉള്ളൂ. ഓടിക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ സംഭവം ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. അടിപൊളി സംഭവമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ബജാക്കിളുടെ പിന്നിലുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് നമ്മുടെ MB മച്ചാൻ എന്ന് പറഞ്ഞ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും ചെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ സംഭവം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അതിനുള്ള ഒരു നല്ല കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. നീയും നിന്റെ വാപ്പയും കൂടി ഉണ്ടാക്കിയെടുത്തത്. ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഇത് ഇപ്പോൾ എത്ര നാൾ എടുത്തേണ്ടാവും ഇത് ഉണ്ടാക്കാനായിട്ട്? ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ നാളായി. കാരണം ഈ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ മുമ്പൊക്കെ എത്തിച്ചാ ഫുൾ സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ല. പിന്നെ പണത് എടുക്കാൻ ശരിക്കും 2-3 ദിവസം മതി. പിന്നെ പണത് കഴിഞ്ഞപ്പോഴൊക്കെ ഒരു 3 മാസം കൂടുതലായി. ഇതൊക്കെ വെൽഡ് ചെയ്തൊക്കെ നിങ്ങൾ തന്നെ എല്ലാം സെറ്റാക്കി. പിന്നെ വാപ്പായും കൂടെയും എല്ലാം സെറ്റാക്കി. അപ്പോൾ നമ്മൾ ബജാക്കിലായിട്ട് എവിടേക്ക് പോയാലും ആൾക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ തന്നെ ഇതിൽ കൂടെ കുറച്ച് പേരൊക്കെ പോയപ്പോൾ തന്നെ നോക്കിയുള്ളൂ. അപ്പോൾ നീ ഇതുകൊണ്ട് സൈക്കിളെടുത്ത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിക്കാൻ അപ്പം തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലും വണ്ടി നിർത്തി നോക്കലൊക്കെയാണ്. പിന്നെ പോലീസ് പിടിച്ചെന്ന് പറയില്ല. പോലീസിന്റെ അടുത്ത് ഞാൻ ചെന്ന അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. MB മച്ചാനിൽ എല്ലാ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തും പിന്നെ പുറത്ത് കൊണ്ടുപോയി ആൾക്കാരുടെ റിയാക്ഷൻ എടുത്തതും എല്ലാം ഉണ്ട്. അപ്പോൾ സംഭവം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബജാക്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൈക്കിളിന് കാണിക്കാനുള്ള എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ സംഭവങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് മച്ചാനും മച്ചാൻ്റെ പാപ്പായും കൂടെയും. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. MB മച്ചാൻ ചാനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ സാധാരണ ഇങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാറില്ല. അതുകൊണ്ട് വല്ല കുഴപ്പങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇനിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ MB മച്ചാനും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ ബൈ.